നമുക്ക് കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ചിക്കൻ നമുക്കതിനായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അത് പെട്ടെന്ന് ക്ലീൻ ആകാൻ മൈദ മാവ് അല്ലെങ്കിൽ ദോശ മാവ്, അരിപ്പൊടി, ആട്ട, ഈ ഏതെങ്കിലും ഒരു മാവിൻ്റെ ഒരു സ്പൂൺ മാത്രം എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്താൽ അത് നന്നായിട്ട് ആയി കിട്ടും. അതുപോലെ ചിക്കൻ്റെ കാല് കണ്ടോ, ഇതിനകത്തെ ഈ നാര് വരെ ഏതാണ്ട് അത് അങ്ങനെ മുറിച്ച് വിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചിക്കൻ്റെ കാല് ഒന്നായിട്ട് അവിടെ നമുക്ക് ഇത് കറിക്കകത്ത് കിട്ടും. അല്ലെങ്കിൽ അതേ നിന്ന് മൊത്തം ഇളകി പറഞ്ഞു പോവും, എല്ലൊരിടത്ത് മാംസം ഒരിടത്ത് അങ്ങനെ ആയിപ്പോവും. ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടോ, ഇത് ഈ ആട്ട മാവുകൾ മാത്രമല്ല, വിനേഗർ ഉണ്ടല്ലോ, ഒരു സ്പൂൺ ഒഴിച്ചിട്ട് കഴുകുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് പോലും കാണത്തില്ല, അങ്ങനെ ക്ലീനായി കിട്ടും. ഒരു കഴുകിയാൽ ഒക്കത്തില്ല, ഒരു 2-3 കഴുകെങ്കിലും പിന്നെയും കഴുകണം. ആദ്യത്തെ ഒരു കഴുക് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ കഴുകുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പൂടയൊക്കെ ഉണ്ടോ എല്ലാം നോക്കിയെടുത്ത്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പറയുന്നത്. എല്ലാം അതിനകത്തെ അഴുക്ക് നെയ്യൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ എടുത്ത് കളയണമെങ്കിൽ കളയുക, വെക്കണമെങ്കിൽ വയ്ക്കുക. ഞാൻ നെയ്യൊക്കെ എടുത്ത് എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞു. അങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഞാൻ ബിരിയാണിക്കായിട്ട് എടുക്കുന്നുള്ളൂ. എനിക്ക് ഒരു നേരത്തേക്ക് ലഞ്ചിന് മാത്രം ഞങ്ങൾ 3 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കാനുള്ളത്. 1 ഗ്ലാസ് റൈസും ഒരു 5-6 കഷ്ണവും മാത്രമേ ഞാൻ ചിക്കനുമേ എടുക്കുന്നുള്ളേ. അങ്ങനെ ഞാനിതെല്ലാം ക്ലീനാക്കി സിങ്കിനകത്തെയൊക്കെ പറക്കി ഞാനൊന്ന് വെളിയിൽ കളഞ്ഞേച്ച് കണ്ടോ, ഈ കഴുകിയെടുത്തതിനകത്തുനിന്ന് ഇങ്ങനെ ഞെക്കി വെള്ളം കളയണം. വെള്ളം നല്ലതായിട്ട് കളഞ്ഞേച്ച് ഇനി അതിനകത്തുനിന്ന് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനൊരു ബേസിനിലോട്ട് കണ്ടോ, ഞാൻ ഇച്ചിരി ഉപ്പിട്ടു, അതുപോലെ ടർമറിക് പൗഡർ ഒരു 1/2 സ്പൂണ്, കായം 1 നുള്ള്, പിന്നെ ഗരം മസാല 1/2 സ്പൂൺ ഇട്ടു, കശ്മീരി ചില്ലി പൗഡർ 1 സ്പൂണ്, കോൺഫ്ലവർ ഒരു 1/4 സ്പൂണും കൂടി ഇട്ടിട്ട് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഈ ചിക്കൻ മൊത്തം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് 1 സ്പൂൺ ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ 1 സ്പൂൺ തൈരോ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പുരട്ടി വെച്ചാലുണ്ടല്ലോ, ഇതിങ്ങനെ എല്ലിൽ നിന്നിങ്ങനെ ഗോസ് ഇളകി പോകത്തില്ല. നമ്മുടെ കറിക്കകത്ത് നമുക്ക് കഴിക്കുമ്പം നന്നായിട്ട് കഷ്ണം ഒന്നായിട്ട് നിൽക്കും. ഞാനിനി ഇത് ബിരിയാണിക്കായിട്ട് കുറച്ച് കഷ്ണം 2 ചിക്കൻ കാലും കുറച്ച് കഷ്ണമായിട്ട് മാറ്റി വെച്ചു. ബാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോവാം, ടിഫിനിൽ അടച്ച് വെച്ചിട്ട് അടുത്ത ദിവസം കറിയോ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട്. ഇനി അടുത്തത് നമുക്ക് ജിഞ്ചർ ഗാർലിക് എടുക്കാമേ. ജിഞ്ചർ ഒരു 1.5 സെൻറ്റിമീറ്റർ അത്രയും നീളത്തിൽ നമുക്ക് എടുക്കണം. അതുപോലെ ഗാർലിക് ഒരു 7 എണ്ണം, പിന്നെ കറി ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, പിന്നെ ഗ്രീൻ ചില്ലി ഒരു 3 എണ്ണം, പിന്നെ ഒരു ഒണിയനും. എല്ലാം തൊലി കളഞ്ഞും ഒക്കെ ആയിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ആ ഒരു ഒണിയൻ എടുത്തേക്കുന്നതിൻ്റെ ഹാഫ് നമുക്ക് ഗ്രേവി ഉണ്ടാക്കുന്നിടത്ത് സ്ലൈസ് ചെയ്തിടാൻ വേണ്ടി മാറ്റി മുറിച്ച് വെച്ചിട്ട് ബാക്കി ഹാഫ് നമ്മൾ എന്ത് ചെയ്യണം, മിക്സ്ഡ് ജാറിലേക്ക് അരിഞ്ഞിടണം. പിന്നെ അതിൻ്റെ കൂടെ ബാക്കി ഗാർലിക്കും ജിഞ്ചറും അതുപോലെ കൊറിയാൻഡർ ലീവ്സ്, ചില്ലി എല്ലാം ഇട്ടൊന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അരിഞ്ഞു പോകണ്ട. അങ്ങനെ എടുത്തേച്ച് എന്ത് ചെയ്യണം, ഈ ഇരിക്കുന്ന ലെമൺ ഉണ്ടല്ലോ, ലെമൺ ഒരു സ്വല്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അതിനകത്തോട്ട് അങ്ങ് പിഴിഞ്ഞൊഴിച്ച് വെച്ചിട്ട് അതിൻ്റെ നമുക്ക് ആ തോലിൽ ആ പുളിയോടുകൂടെ ആ ബാലൻസും വേണം, അതും അവിടെ സൂക്ഷിച്ച് വയ്ക്കണം. ഇതിപ്പോൾ എല്ലാം ഞാനിങ്ങനെ ഞുറുക്കിയിട്ടിട്ട് ഗ്രേവിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഹാഫ് ഒണിയനും കൂടെ ഞാൻ അരിഞ്ഞും വെച്ചിട്ട് ഈ മിക്സിയുടെ ജാറിലുള്ളത് ഞാൻ ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണേ. എന്തായാലും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കുഞ്ഞായിട്ട് ഒരു കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ച് ഞാനത് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇതിലേക്ക് ടൊമാറ്റോ ഉണ്ടെങ്കിൽ ഒരു ഹാഫ് ടൊമാറ്റോയും കൂടെ ചേർത്ത് അരച്ചാൽ നല്ലതാണ് കേട്ടോ. ലെമൺ അതിനകത്തോട്ട് നമുക്കങ്ങ് പിഴിഞ്ഞൊഴിക്കാമേ. എന്നിട്ട് ആ തോല്, അതിനകത്ത് പുളിപ്പ് കാണുമല്ലോ, അത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. കരിയേപ്പത്തി ബാക്കി വരുന്നത് നമുക്ക് ഇതിനകത്തിട്ടങ്ങ് വെക്കാം, ഈ അരപ്പിനകത്തോട്ട് ചേർത്ത് ഇട്ട് വെക്കാം. അല്ലാതെ ഒണിയൻ്റെ കൂടിയിട്ട് അങ്ങനെ ചെയ്താലും മതി, ഫ്രൈ ചെയ്യാൻ എടുത്താലും മതി. എന്തായാലും 1 ഗ്ലാസ് ബസ്മതി റൈസ് ഞാൻ ഇനി എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാമേ. ഒരു 2-3 കഴുകെങ്കിലും നല്ലപോലെ കഴുകിയതിന് ശേഷം അത് അരിപ്പയിലിട്ട് വെള്ളം തോരാൻ വയ്ക്കുവാണ്. ഇത് ബസ്മതി പ്ലാന്റ് ആണ്. ഇതിനകത്തുനിന്ന് 2 ലീവ്സ് നമ്മൾ കട്ട് ചെയ്ത് റൈസ് വേവിക്കുമ്പോൾ അതിനകത്ത് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് നമ്മുടെ കുക്കർ ചിക്കൻ ബിരിയാണിക്ക് കുക്കർ വെച്ച് അതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിലും കോക്കനട്ട് ഓയിലും ചേർത്താണ് ഒഴിച്ചത്. എന്നിട്ട് കാഷ്യൂ കിസ്മിസ് ഇട്ട്
കാഷ്യൂ കിസ്മിസ് ഒരുവിധം മൂപ്പായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഓണിയനും അങ്ങ് ഇടാം. ഓണിയൻ ഇടുമ്പോൾ അതിൻ്റെ കൂടെ സ്വല്പം ഉപ്പിടണം. ഉപ്പിട്ട് നല്ലതുപോലെ അത് ഇളക്കി അതൊന്ന് വഴന്നാൽ മതി, ഒരുപാട് ഫ്രൈ ഒന്നും ആകണ്ട. വഴന്ന് വരുമ്പം നമുക്ക് എന്ത് ചെയ്യണം, മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച് അതങ്ങോട്ടിട്ട് നന്നായിട്ട് അതും പച്ച സ്മെല്ലൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മസാല പുരട്ടി വെച്ചിരുന്ന ഈ ചിക്കൻ നമുക്കിനി ഇതിനകത്തേക്ക് പറക്കിയിടാം. മാരിനേറ്റ് ആവാൻ വേണ്ടി ഞാൻ ഇത്രയും ഒരു 20 മിനിറ്റ്സോളം വെച്ചിരുന്നതാണിത്. എന്നിട്ടിത് നന്നായിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി അതൊന്നും ചിക്കനൊന്നും ഇതാകണമേ, ഒരു കളർ ചേഞ്ചായി വരത്തില്ലേ വെന്തതുപോലെ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സോമ്പ്, അതായത് പെരുംജീരകം 1/2 സ്പൂൺ, പിന്നെ ഗരം മസാല പൗഡർ 1/4 സ്പൂൺ, കശ്മീരി ചില്ലി പൗഡർ 1/4 സ്പൂൺ, കൊറിയാൻഡർ ഒരു 1/4 സ്പൂൺ. ഞാൻ കൊറിയാൻഡർ ഇട്ടില്ല. കൊറിയാൻഡറും ടൊമാറ്റോ ഒന്നും ഞാൻ ഉപയോഗിക്കാഞ്ഞത്, ഒത്തിരി നമ്മൾ മസാലകളെല്ലാം ഇങ്ങനെയെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ റൈസ് കുഴഞ്ഞിരിക്കും. എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ വേവിക്കുമ്പോഴേ റൈസ് കുഴഞ്ഞിരിക്കും. ഇത് ഏതാണ്ട് പരുവമായി വരുന്നു കേട്ടോ. ചിക്കൻ ഒന്ന് വഴന്ന് വന്ന് ഇനി നമുക്ക് ആ റൈസ് എടുത്ത സെയിം ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് റൈസ് എടുത്തപ്പം 2 ഗ്ലാസ് വെള്ളമേ അതാണ് ഒഴിച്ചത്. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി റൈസ് അതിലേക്കിടാം. റൈസ് ഇടുമ്പോൾ ബസ്മതി ലീവ്സ് കണ്ടോ ഞാൻ കെട്ടി നല്ലതുപോലെ വെച്ചു, അല്ലെങ്കിൽ നീളത്തിന് അതിനകത്ത് കിടക്കും, അതിനാണ് അങ്ങനെ കെട്ടി വെച്ചത്. എല്ലാം ഒന്ന് താഴ്ത്തി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബിരിയാണി മസാല ഇടാം. ബിരിയാണി മസാലയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ എടുത്ത് കാണണമേ. ആ സെയിം മസാല ഒരു 1/4 സ്പൂൺ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ ഡെക്കൺ അടച്ച് നമുക്കിനി എന്ത് ചെയ്യണം, ഇതിൻ്റെ മേളിൽ വെയിറ്റ് വെക്കണം. വെയിറ്റ് വെച്ചിട്ട് ഇത് തീ ഉണ്ടല്ലോ നമ്മൾ ഒരു മീഡിയം ഇതിലേ ഇടാവൂ, ഒത്തിരി കുറച്ച് കളയരുത്. ഒരു വിസിലടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ സ്റ്റൗ ഓഫ് ചെയ്തേക്കുക. കുക്കറൊന്ന് ആറി കഴിയുമ്പോൾ അതിൻ്റെ അടപ്പ് തുറക്കുക. മേളിൽ വേണമെങ്കിൽ 1 സ്പൂൺ ഗീ ഒഴിക്കാം. അത്രയും ചെയ്താൽ മതി. നമ്മുടെ കുക്കർ ചിക്കൻ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ.